ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം, താമസിക്കുന്നത്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയ ആണ്, ഫാമിൻ്റെ ഇതാണ്. ഇതൊരു ഫാം, 2, 3, 4 മൊത്തം 4 ഫാമാണ്, ബ്രോയിലർ ഫാം. ഈ ഒരു ഷെഡിൽ തന്നെ ഏകദേശം ഈ ആദ്യത്തെ ഈ കാണുന്ന ഷെഡും ആ കാണുന്ന ഷെഡിലും ഫസ്റ്റ് 2 ഷെഡിലും ഏകദേശം ഒരു ഷെഡിൽ 28,500 കോഴികളും, ആ 3rd 4th അതിൽ ഏകദേശം 32,000 സംതിങ് കോഴികളും കപ്പാസിറ്റി ഉള്ള ഷെഡുകളാണ്. ഇത് ആഫ്രിക്കയാണ്, കെന്യ സ്ഥലങ്ങൾ. ഇവിടെയൊക്കെ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും ഒട്ടുമിക്ക ഏരിയകളും. ഇപ്പോൾ സമയം ഏകദേശം 6:15 കഴിഞ്ഞ്, പക്ഷേ നല്ല വെട്ടമുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലൊക്കെ ഈ സമയം മിക്കപ്പോഴും ഇരുട്ടും, പക്ഷെ ഇവിടെ നല്ല വെട്ടമായിരിക്കും. ഇത് കാണുന്നത് സൈലോയാണ്, ഉണ്ടോ? ഈ കാണുന്ന സൈലോ, ഇതിനകത്താണ് ഫീഡ് ഇടുന്ന കോഴിയുടെ. ഇതിൽ ഫീഡ് നിറച്ച് വെക്കും നമ്മൾ, സ്റ്റോക്ക് ചെയ്ത്. എന്നിട്ട് ആവശ്യമുള്ള ഫീഡ് അതിൽ പൈപ്പ് വഴി അകത്തോട്ട് പോയി ഓരോ ലൈനിലും, ഇന്നലെ ആ ചെയ്ത വീഡിയോയിൽ കാണിച്ച ഓരോ ലൈനിലും ഫീഡ് പോയിക്കൊണ്ടിരിക്കും കോഴിക്ക് ആവശ്യമുള്ള ഫീഡ്. അതാ ഈ കാണുന്നതാണ് ഈ സൈലൊക്കകത്ത് ഇടുന്ന ഫീഡ് ഇടുന്ന മെഷീനാണത്. കണ്ടോ? ഇതാണ് സൈലൊക്കകത്ത് ഫീഡ് ഇടുന്നത്. ഈ ഫീഡിനകത്തൂടെ ഫീഡ് ഇടുമ്പോഴത്തേക്ക് ആ പൈപ്പ് വഴി പോയി മുകളിൽ ചെന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ കണക്ട് ചെയ്താലും അങ്ങോട്ട് ഫീഡ് ഇരുന്ന് അറിയും ഇങ്ങനെ അകത്ത്. അതിനുപയോഗിക്കുന്ന മെഷീനാണിത്. ഇപ്പോൾ 2 ഷെഡിൽ അങ്ങറ്റം കാണുന്ന 4ാമത്തെ ഷെഡിലും ആദ്യം കാണുന്ന ഈ ഷെഡിലും കോഴികളുണ്ട്. 2 ബാച്ചുകൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പം അടുത്തത് ഇതിൽ വരും, പിന്നെ ഇതിൽ വരും. കാച്ചിയേ ഇങ്ങ് വാ. പിന്നെ ഫുൾ അകത്ത് നമ്മൾ പുറത്തുനിന്നൊരു വണ്ടിയൊക്കെ വരുമ്പോൾ എല്ലാ വണ്ടികളും സ്പ്രേ ചെയ്യും, അതായത് സ്പ്രേ ചെയ്യില്ല, നല്ല ഇതായിട്ടൊക്കെ നോക്കുന്നത്. പിന്നെ ഫുള്ള് ഈ ഷെഡിൻ്റെ എല്ലാ സറൗണ്ടിങ്സും മൊത്തത്തിൽ നമ്മൾ ഡിസിൻഫെക്ഷൻ സ്പ്രേ ചെയ്യും, ബാക്ടീരിയ അതൊന്നും വരാതിരിക്കാൻ വേണ്ടി.